ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വിനയം കാണിച്ച് പഠിപ്പിച്ച നേതാവാണ്. അതുകൊണ്ടാ തങ്ങളെ ഹദീസിലൂടെ പഠിപ്പിച്ചത് അർബഉൻ ലാ യുതീഹിന്നല്ലാഹു ഇല്ലാ ലിമൻ യുഹിബ്ബു. അല്ലാഹ് സ്നേഹിക്കുന്നവർക്കല്ലാതെ 4 കാര്യങ്ങൾ അല്ലാഹ് കൊടുക്കൂല. അല്ലാഹ് ഹുബ്ബ് വെക്കുന്നവരാണോ അവരിൽ 4 കാര്യങ്ങൾ കാണാം. അസ്വംതു, ഒന്നാമതായിട്ട് മൗനമാണ്. ആവശ്യമില്ലാത്തതൊന്നും അവരെ നാവ് കൊണ്ട് അവർ പറയൂല, അവിടെ മൗനം പാലിക്കും. പറയേണ്ട ചാൻസ് ആണെന്ന് കരുതിയിട്ട് അങ്ങ് കയറി പറയോ ഇല്ല, അവർ നന്നായി മൗനം പാലിക്കും. വഹുവ അവ്വലുൽ ഇബാദ, അതാണ് സത്യത്തിൽ ഇബാദത്തിന്റെ തുടക്കം. നല്ല മൗനം പാലിച്ചുകൊണ്ട് അടക്കം സ്വീകരിച്ചുകൊണ്ട് നടക്കുക. അല്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു സിഫത്താണ്. രണ്ടാമത്തത് വത്തവക്കുലു അലല്ലാഹ്, എന്തൊരു കാര്യം നിശ്ചയിച്ചാലും അല്ലാഹു തആലാനെ ഏൽപ്പിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ കാവലാക്കുന്നത് അല്ലാഹു തആലാനെയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും തവക്കുലാക്കുന്നത് അല്ലാഹുവിനെയാണ്. വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴും തവക്കുൽ അല്ലാഹു തആലാനെയാണ്. അതേ ഒരാൾ ഒരു ചെറിയ വിത്ത് നട്ടാലും അല്ലാഹുവിന്റെ മേൽ വിലാസത്തിൽ ആ വിത്തിറക്കിയിട്ട് അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കുന്നു. നടാനല്ലേ എനിക്ക് കഴിയുള്ളൂ. മുളപ്പിക്കുന്നവനും ആ വിത്തിൽ നിന്ന് നല്ല വിളവെടുപ്പ് തന്നിട്ട് കായ്കനികൾ ഭക്ഷിക്കാൻ തൗഫീഖ് തരുന്നവനും മേലായ റബ്ബാണ്. അതുകൊണ്ട് അവന്റെ മേൽ ഏൽപ്പിക്കുന്നു. മൂന്നാമത്തെ സ്വഭാവം വത്തവാളുഉ, വിനയം കാണിക്കലാണ്. അല്ലാഹു നമുക്ക് വിനയമേറ്റി തരട്ടെ. എന്തെങ്കിലൊക്കെ നമ്മൾ മടുപ്പുണ്ടാകുന്ന ചടുപ്പുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ അയൽക്കാരുടെ ഭാഗത്തുനിന്നോ കുടുംബക്കാരുടെ ഭാഗത്തുനിന്നോ നാട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ വന്നാൽ നല്ലോണം സഹിക്കുക, ക്ഷമിക്കുക, നല്ല പെരുമാറ്റങ്ങൾ സ്വീകരിക്കുക. അത് നല്ല തവാളുആണ്. അതിൽ 4ാമത് ഹദീസിൽ എണ്ണി പറഞ്ഞ വസ്സുഹുദു ഫി ദുനിയ, ദുനിയാവിൽ സുഹുദ്. ദുനിയാവിൽ സുഹുദ് എന്ന് പറഞ്ഞാൽ എന്താ? പറ്റാത്തതിലേക്കൊന്നും പോയി ചേരാതിരിക്കുക, അതാണ് സുഹുദ് എന്ന് പറഞ്ഞാൽ. പറ്റാത്തത് നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തൊന്നും സ്വീകരിക്കാതെ, അതൊന്നും ആവശ്യപ്പെടാതെ ജീവിക്കുക. പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഹറാമായത് എന്നർത്ഥം. അത് കിട്ടുകയാണെങ്കിൽ ഏറെ സുഖം കിട്ടും. എവിടെ? ദുനിയാവിൽ കിട്ടും ഏറെ സുഖം, പക്ഷെ ആഖിറത്ത് കിട്ടൂല. അപ്പൊ അതിനോട് അത് വേണ്ട. എവിടെങ്കിലൊക്കെ ഒന്ന് ഒരു 10 ലക്ഷമോ 25 ലക്ഷമോ ഒക്കെ ഷെയർ ചെയ്തിട്ട് ഏതെങ്കിലൊക്കെ ഒരു കള്ള ഷാപ്പിൽ ഒരു 15 ലക്ഷം കൊടുത്തിട്ടാൽ എത്ര കിട്ടും മാസാകുമ്പോ? ഇഷ്ടംപോലെ ചെലവല്ലേ നടക്കുന്നത്. എത്ര കിട്ടും? ഷെയർ ചെയ്യാനും ചേർക്കാനും ആൾക്കാർ വരും, പക്ഷേ അത് നമുക്ക് പറ്റൂല. അതാണ് സുഹൃത്ത്. അങ്ങനത്തെ ഒന്നും നമ്മൾ പോണ്ട, അങ്ങനത്തിലേക്കൊന്നും നമ്മൾ വികസനം കൊണ്ടുപോകണ്ട. നമുക്ക് അല്ലാഹു തആല തന്നെ ഹലാലായ നല്ല മാർഗങ്ങൾ, അതിൽ ബർക്കത്തുണ്ടാകാനും വികസനം ഉണ്ടാകാനും ദുആർക്കും ചെയ്യുക, സ്വതക്കയും കൊടുക്കുക, സന്തോഷം അതിൽ കരുതുക. അല്ലാഹു തആല തന്നെ തന്നെ അതിന്റെ വലുപ്പം കണക്കാക്കി ശുക്റും ചെയ്യാം. അങ്ങനെ സുഹൃത്ത് അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ നോക്ക്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്ന സ്വഹാബിമാരുണ്ട്. ഒരുപാട് സ്വഹാബിമാരുണ്ട്. വിവിധ സന്ദർഭങ്ങളിൽ തങ്ങൾക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ ചിലരതിനു വേണ്ടി കാവൽ കാത്തു കഴിയും. അവരോടുള്ള തങ്ങളെ ഒരു വിനയം നോക്ക് നിങ്ങൾ. നമുക്ക് ഒരാൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ഖിദ്മ ചെയ്തു തന്നാൽ നമ്മൾ അയാൾക്ക് എപ്പോഴും ദ്വാരക്കാൻ കടമപ്പെട്ടവരാണ്. അതൊരു വിനയാണ്. നമ്മളത് മറക്കാതെ കാത്തു സൂക്ഷിക്കുക, വല്ലാത്ത വിനയാണ്. പിന്നെ എവിടെ കണ്ടാലും പടച്ചോനെ എനിക്ക് അന്ന് അങ്ങനെ ഒരു സുഖം തന്ന ആളാണ്, അയാളെ മറക്കാൻ പറ്റൂല, അയാളെ ഒഴിവാക്കാൻ പറ്റൂല. അത് വല്ലാത്തൊരു സന്തോഷമാണ്. പലയും തങ്ങൾ അങ്ങനെ എടുത്തു പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ തങ്ങൾ എടുത്തു പറഞ്ഞ മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സ്വന്തത്തിലും കുടുംബത്തിലും സമ്പത്തിലും സ്വന്തം പോലെ എനിക്ക് കൈകാര്യം ചെയ്യാൻ വിട്ടുതന്നതിൽ ഒരു അമാദവും കാണിക്കാതെ, ഒരു അലസതയും കാണിക്കാതെ, ഒരു ക്ഷീണവും കാണിക്കാതെ, ഒരു വിഷമവും കാണിക്കാതെ എനിക്ക് സമർപ്പിച്ചത് നിങ്ങളെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്റെ സമ്പത്ത് പോലെ എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്വത്തായിരുന്നു അത്. എന്റെ കുടുംബം പോലെ എനിക്ക് ആ കുടുംബത്തിൽ പെർമിഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ അവരാരും കേൾക്കുമായിരുന്നു. വല്ലാത്ത ഒരു സഹവാസമാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ സുഹബത്ത് കൊണ്ട് അനുഗ്രഹം കിട്ടിയ ആളില്ല.
വെള്ളം കൊണ്ടുവന്നവരോട് തങ്ങൾ കാണിക്കുന്ന ബഹുമാനം നോക്ക്. നട്ടപ്പാതിര സമയത്തും തങ്ങൾ ഈ നിൽക്കുമ്പോ വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ സ്വഹാബത്ത് കാവൽ നിൽക്കും ഖിദ്മത്തിന് വേണ്ടി. അങ്ങനെ കാവൽ നിന്ന കൂട്ടത്തിൽ ഒരു ദിവസം നിന്ന മഹാനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അന്ന് ചെറിയ കുട്ടിയാണ്. വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോ ആ വെള്ളം ഉപയോഗിച്ച് ശുചീകരണം നടത്തിയിട്ട് വുളു എടുത്തിട്ട് തങ്ങൾ നിസ്കരിക്കും. വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോ തങ്ങളൊരു സന്തോഷം നോക്ക്. ആരാ വെള്ളം എത്തിച്ചത് എന്ന് ചോദിച്ചു. വെള്ളം ഞാനാണ് നബിയെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോ തങ്ങൾ ഒരൊറ്റ ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ വൽ ഹിക്മ. ഇന്നത് ചെറിയ കുട്ടിയാണ്, എനിക്കൊരു ഖിദ്മത്തിന് വേണ്ടിയല്ലേ വെള്ളം കൊണ്ടുവരാൻ രാത്രി കാവൽ നിന്നത്. ഈ കുട്ടിക്ക് നിന്റെ ഖുർആനും ഖുർആനിന്റെ തഫ്സീറും നന്നായി പഠിപ്പിക്കണേ അല്ലാഹ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുശാവറ കൂടിയാലോചനാ സമിതി സ്വഹാബത്തിന് ഉണ്ടായിരുന്നു. അത് പഴയ പാരമ്പര്യമാണ്. അത് തന്നെ ഉലമാഇന്റെ മുശാവറ ഇന്നും പുലർത്തിപ്പോരുന്നത്. വിഷയങ്ങൾ ചർച്ച ചെയ്യാനും അള്ളാഹുവിന്റെ മഹാന്മാര് പഠിപ്പിച്ച വിഷയത്തിനനുസരിച്ച് മറുപടി പറയാനും. അതേ സ്വഹാബത്തെ ഹദീസ് അന്വേഷിക്കും, അനുഭവങ്ങൾ അന്വേഷിക്കും, തെളിവ് പരതും. എന്നിട്ട് വിഷയങ്ങൾ അവർ അറിയും, പ്രതിവിധികൾ കൊടുക്കും, പ്രശ്നങ്ങൾ പരിഹരിക്കും. അന്നും അങ്ങനെ തന്നെയാണ്. ആ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുശാവറ മെമ്പർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. എന്തേ കാരണമെന്നറിയോ? വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ വൽ ഹിക്മ. തങ്ങൾക്കൊരു ഖിദ്മ ചെയ്തു കൊടുത്തപ്പോൾ ആ ഖിദ്മത്ത് ചെയ്ത ആളോട് തങ്ങളെ വിനയം കണ്ടില്ലേ, തങ്ങളെ സ്വഭാവം കണ്ടില്ലേ? എത്ര വലിയ ദുആ ചെയ്തു കൊടുത്തത്. ചെറിയ ദുആയല്ല, വലിയ കനപ്പെട്ട ദുആ. രാത്രി വെള്ളം കൊണ്ടുവന്ന സ്വഹാബിയല്ലേ റബീഅത്ത് ബിൻ കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു. സന്തോഷം കൊണ്ട് തങ്ങൾ പറഞ്ഞില്ലേ, സല്യാ റബീഅ, വേണ്ടത് ചോദിച്ചോ റബീഅ. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംഹിൽനീ യാ റസൂലല്ലാഹ്, നബിയെ പലതും തങ്ങളോട് ചോദിക്കാൻ പറ്റുന്നതുണ്ട്, ഒന്ന് സാവകാശം തരണം, ഞാനൊന്ന് ആലോചിക്കട്ടെ. പിന്നെയും ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ഒറ്റ ചോദ്യം ചോദിച്ചു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്. ദുനിയാവിൽ ഞാൻ തങ്ങളോടൊപ്പമാണല്ലോ, പലപ്പോഴും കൂടെ നടന്നിട്ടുണ്ട്, കൂടെ ഇരുന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, വെള്ളം കുടിച്ചിട്ടുണ്ട്. നാളെ സ്വർഗത്തിലും അതുപോലെയുള്ളൊരു മുറാഫഖത്ത്, അതുപോലെയുള്ളൊരു സഹവർത്തിത്വം, അതുപോലെയുള്ളൊരു സഹവാസം തങ്ങളോടൊപ്പം എനിക്ക് വേണം. അത് ഞാൻ ചോദിക്കുന്നു. അള്ളാഹുവിനോടല്ല ചോദിച്ചത്, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. നമ്മക്കില്ലാത്തൊരു വിനയാണ്, നമ്മക്കില്ലാത്തൊരു വിനയാണ്. ഒരാളെ നമ്മളെ സഹായിച്ചിട്ട്, നമ്മളെ സ്നേഹിച്ചിട്ട് എന്ത് കൊണ്ട് തന്നാലും ചില ആൾക്കാർ കുറച്ചൊക്കെ ഒന്ന് ചിരിച്ചു കൊടുക്കും. ചിലപ്പോൾ അതുപോലെ ശരിക്കും കൊടുത്തിട്ട് അയാളെ സൽക്കരിക്ക് സന്തോഷിപ്പിക്കണം. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് പറയണം? ജസാക്കല്ലാഹു ഖൈറ വ തഖബ്ബലല്ലാഹു മിൻക. അല്ലാഹു നിനക്ക് ധാരാളം നന്മ തരട്ടെ. അതൊരു വിനയാണ്. ഇതെന്താ? ഇത് മുടിയൽച്ചിന്റെ അർച്ച തോനുണ്ടല്ലോ. കഴിഞ്ഞു. കൊണ്ടുവന്ന ആളോട് ജസാക്കല്ലാഹു ഖൈറ വ തഖബ്ബലല്ലാഹു മിൻക, അല്ലാഹു നിനക്ക് ഖൈർ തരട്ടെ, ഇത് അല്ലാഹു സ്വീകരിക്കട്ടെ. ആ ഒരു ദുആ പോയി മടങ്ങുന്നത് ആർക്കൊക്കെയാണ്? ആ ഏത് കുട്ടിന്റെ പേരിലാണോ അഖീഖർത്തത് ആ കുട്ടിക്ക്, ആ അഖീഖർത്തത് ഏത് ഉപ്പയാണോ വല്ലിപ്പയാണോ അവർക്ക്, അതിലാരൊക്കെ ഖിദ്മത്തെടുത്തോ ഇതിങ്ങനെ പാകം ചെയ്ത് എല്ലാവർക്കും കിട്ടിയില്ലേ? അതൊരു വിനയത്തിന്റെ ഭാഗമാണ്. നമ്മൾ എപ്പോഴും സ്വീകരിക്കണം. അറബികൾ കണ്ടില്ലേ നിങ്ങൾ? അവരെ വലിയ വിനയാണ്. എത്ര ചൂടായാലും നമ്മളൊരു ഖൈർ ചെയ്തു കൊടുത്താൽ ദുആ എത്ര ഉണ്ടാവും? അല്ലാഹ് ദുആ. ഞാനിപ്പോ റബീഉൽ അവ്വൽ അനുബന്ധിച്ചൊരു കിതാബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ത്വായിഫിലുണ്ട് നമ്മളൊരു പ്രവർത്തകൻ, കർണാടകത്തിലുള്ള ബഷീർ ഖാൻ എന്ന് പറയും. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് തേടി കൊടുക്കട്ടെ. അയാൾ തെരഞ്ഞു പിടിച്ച് ജോലി തിരക്കുണ്ടെങ്കിൽ ആ കിതാബൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പൊ ആ കിതാബിന്റെ മുസന്നിഫ് രചിച്ച ആള് മക്കത്തുണ്ട്, ഒരു അറബി. സുബ്ഹാനല്ലാഹ്, ആ അറബിയോട് മൂപ്പര് നേരെ ബന്ധപ്പെട്ടപ്പോ
ഈ കിതാബ് ചോദിച്ചു എന്നുള്ള കാരണം കൊണ്ട് അറബിന്റെ സന്തോഷം നോക്ക് നിങ്ങൾ. ഒരു വാള്യത്തിന് 60 റിയാലുണ്ട്, ചെറുതൊന്നല്ല. അയാൾ പറഞ്ഞു സൗജന്യമായിട്ട് ഞാൻ നിങ്ങളെ റൂം എവിടെ അന്വേഷിച്ച് അങ്ങോട്ട് എത്തിച്ചു തരാം. ഒരു കിതാബ് ചോദിച്ചതാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി, അവരൊക്കെ ഒരു വിനയത്രേ. അവർക്ക് രക്ഷപ്പെടാൻ ഒന്നുപോലെ, ഈ ഒരൊറ്റ അമല് പോലെ. ആ അറബി ദ്വാരക്കുന്ന ദ്വാ കേട്ടാ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അറബിക്ക് അങ്ങോട്ട് ഒരു 10 രൂപയും കൊണ്ടുപോയി കൊടുക്കുന്നില്ല. അറബി പ്രിന്റ് ചെയ്ത് അച്ചടിച്ച് വെച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത് പറയുന്ന കിതാബാണ്. ആ കിതാബ് ചോദിച്ചു എന്നുള്ള സന്തോഷം കൊണ്ട് ഞാൻ സൗജന്യമായിട്ട് നിങ്ങളെ റൂമിൽ എത്തിച്ചു തരാം. അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ്സ് തരട്ടെ, ബർക്കത്ത് തരട്ടെ, മക്കളിൽ അങ്ങനെ തരട്ടെ. എന്ത് ദുആയാണ് അറബി ദ്വാർക്കുന്നത്? അത് നമ്മളെ ഭാഗത്ത് പൊതുവേ ഇല്ലാത്തൊരു സ്വഭാവമാണ്. നമ്മൾ സ്വീകരിക്കണം. ആരും ഒരു ഖൈറ് ചെയ്താലും വിനയം എന്ന അർത്ഥത്തിൽ ഒരു ദുആ. ഇനി ഒന്നുമില്ലേ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മലയാളത്തിൽ അങ്ങ് പറയാം, ജസാക്കല്ലാഹു ഖൈറാ. അത് വലിയ ദുആയല്ലേ? ജസാക്കല്ലാഹു ഖൈറാ എന്നുള്ളിൽ ഏതാ പെടാത്തത്? എല്ലാം പെട്ട് ദുനിയാവ് ആഖിറൊക്കെ പെട്ട് ജസാക്കല്ലാഹു ഖൈറാ. ഒരു 3-4 കലിമത്തല്ലേ ഉള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഉസ്താദുമാർ എവിടുന്ന് ഭക്ഷണം കഴിച്ചാലും ഒരു ഫാത്തിഹ ഓതി ദുആർക്കും. കാരണം ഭക്ഷണം തരാന്ന് പറഞ്ഞാൽ, സൽക്കരിക്കാന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല, അത് വലിയ അമലാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി ഭക്ഷണം കൊടുക്കാനായിരുന്നു. ജീലാനി തങ്ങളെ മാസാണല്ലോ, ഭക്ഷണം കൊടുക്കാൻ വലിയ ഇഷ്ടമാണ്. രാവിലെ 1000 ആൾക്ക്, വൈകുന്നേരം 1000 ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ അന്ന് വലിയ സന്തോഷമാണ്. ഇതൊരു ദിവസമല്ല, എല്ലാ ദിവസവും തന്നെ പണി. എവിടുന്ന ഉസ്താദ് ഇതിന്റെ വരുമാനം? റസീറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ടോ? ഇല്ലല്ല. മഹാനവറുകളിലേക്ക് ആരൊക്കെ നേർച്ചയാക്കി സ്വർണം, വെള്ളി, മുത്ത്, രത്നം കൊണ്ടുവരുന്നോ അതൊക്കെ പോണത് ഭക്ഷണം കൊടുക്കാൻ. ഭക്ഷണം റെഡിയായോ? റെഡി. എന്നാ അങ്ങാടി പോയിട്ട് വിളിച്ചു പറയും. ഒരാളെ പറഞ്ഞേക്കാം. വിളിച്ചു പറയുമ്പോ ആരൊക്കെ വരുന്നത്? നിങ്ങൾ ഭക്ഷണം കഴിച്ചോണോ? അതൊന്നും നോട്ടല്ല, വരുന്നവർക്കൊക്കെ കൊടുക്കന്നെ. ഏറ്റവും ചുരുങ്ങിയ കണക്കാണ് 1000 പേര്. എന്നിട്ട് മഹാനവറുകൾ പറയാണ് സന്തോഷം കൊണ്ട്, അള്ളാഹു എനിക്ക് ദുനിയാവ് മൊത്തം എന്റെ കയ്യിൽ തന്നാൽ ദുനിയാവിലുള്ള മൊത്തം മഖ്ലൂഖാത്തിനെ ഞാനൊന്ന് സൽക്കരിക്കുമായിരുന്നു. ദുനിയാവിലുള്ള സൃഷ്ടികളിലെ മനുഷ്യന്മാര് മാത്രമല്ല, ജിന്നുകൾ മാത്രമല്ല, പക്ഷികൾ മാത്രമല്ല, മൃഗങ്ങൾ മാത്രമല്ല, എന്തെല്ലാമുണ്ട്. ഏറ്റവും മഹാനവറുകൾക്ക് ഇഷ്ടപ്പെട്ട അമലാണത് ഭക്ഷണം കൊടുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഭക്ഷണം കൊടുത്ത മുഅ്മിനീങ്ങളുണ്ട്. അവരൊക്കെ വലിയ ബറക്കത്ത് നേടിയവരാണ്. റബീഉൽ ആഖിർ മാസത്തിൽ ഖുതുബിയ്യത്തും അതുപോലെ തന്നെ മൗലിദും നൽകിയിട്ട് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. വർഷങ്ങളോളം ബാപ്പയെ മറക്കാതെ, ഉമ്മയെ മറക്കാതെ, ആ ബാപ്പാന്റെ ഉമ്മാന്റെ കൂട്ടുകാരെ ഒരു ദിവസമെങ്കിലും വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിച്ച്, ബാപ്പാന്റെ കൂട്ടുകാരോട് ബന്ധം ചേർക്കണല്ലോ, ഉമ്മാന്റെ കൂട്ടുകാരികളോട് ബന്ധം ചേർക്കണല്ലോ. ഇന്ന മിൻ അബറിൽ ബിർരി അയ്യസിലർ റജുലു ഉദ്ദാബി. ഗുണങ്ങളെ കൂട്ടത്തിൽ വലിയൊരു ഗുണമാണ് ബാപ്പാന്റെ സുഹൃത്തുക്കളെ ബന്ധം പുലർത്തുക, ബാപ്പാന്റെ ഉമ്മാന്റെ കൂട്ടുകാരികളോട് ബന്ധം പുലർത്തുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും അവർക്കൊന്ന് ഭക്ഷണം കൊടുക്കട്ടെ. ബാപ്പ ഉണ്ടാകുമ്പോ ഇടക്കിടക്ക് അവർ അങ്ങാടിയിൽ നിന്ന് ചായ കുടിച്ചവരാണ്. രണ്ടുപേരും മാറി മാറി കാശ് കൊടുത്തവരാണ്. ചിലപ്പോ ബാപ്പ തീരെ കാശ് കൊടുക്കാനേക്കാതെ കൂട്ടുകാരന്റെ കാശും കൂടി കൊടുത്തവരാണ്. അവർക്കൊക്കെ വർഷത്തിൽ ഒരു സദ്യ ഉണ്ടാക്കി കൊടുക്കുക. ആ ബന്ധത്തിന് വലിയ വിലയാണല്ലോ. ഇങ്ങനെ വർഷങ്ങളോളം മുടങ്ങാതെ ആണ്ട് കഴിക്കുന്നവരുണ്ട്. അവരൊക്കെ മഹാഭാഗ്യവാന്മാരും വല്ലാതെ ബാപ്പക്കും ഉമ്മക്കും സന്തോഷമുള്ള മക്കളുമാണ്. അള്ള ചെയ്ത നിഅമത്തിന് വിനയം കാണിക്കുന്നവരാണ്, ശുക്ർ കാണിക്കുന്നവരാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കൊണ്ടുവന്ന സ്വഹാബിയോട് എത്ര കാശ് വേണ്ടി എന്നല്ല തങ്ങൾ ചോദിച്ചത്. സൽ യാ റബീഅ, വേണ്ടത് ചോദിച്ചോ റബീഅ. ഇച്ഛയിത ഖിദ്മത്തിന് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. സ്വർഗത്തിലെ മുറാഫഖത്ത് ചോദിച്ചപ്പോ അവ ഗൈറ ദാലിക യാ റബീഅ, ഇതല്ലാത്ത മറ്റു വല്ലതും ചോദിക്കാനില്ലേ എന്ന് ചോദിച്ചപ്പോ നബിയേ ഹുവദാക, അത് തന്നെയാണ് ചോദിക്കാനുള്ളത്. എന്നാ ഞാനത് തരൂല എന്നല്ല പറഞ്ഞത്. ഫഅഇന്നി അലാ ദാലിക ബികസ്റത്തിസ് സുജൂദ്. നാളെ സ്വർഗത്തിൽ എന്റെ മുറാഫഖത്ത് വേണ്ടേ, എന്നോടൊപ്പം അവിടെ ഭക്ഷണം കഴിക്കണ്ടേ, എന്നോടൊപ്പം ചേർന്ന് വെള്ളം കുടിക്കണ്ടേ, എന്നോടൊപ്പം സ്വർഗത്തിന്റെ നദികളിൽ ഉല്ലസിക്കണ്ടേ, എന്നോട്
എന്നോടൊപ്പം സ്വർഗത്തിന്റെ വൃക്ഷങ്ങളിൽ തണലുകളിൽ സന്തോഷപൂർവ്വം ഇരിക്കണ്ടേ? അതിനൊരു കാര്യം നിങ്ങൾ ചെയ്യണം. സുന്നത്തായ നിസ്കാരങ്ങൾ ഒട്ടും വിടണ്ട. സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് എന്നെ സഹായിക്കണം. സുന്നത്തായ അമലുകൾ, സുന്നത്തായ നിസ്കാരങ്ങൾ ഏറെ ചെയ്ത് നിങ്ങൾ എന്നെ സഹായിക്കണം. അങ്ങനെ നിങ്ങൾ സുന്നത്തുകൾ പെരുപ്പിക്കുമ്പോ നാളെ അല്ലാഹു നിങ്ങൾക്ക് എന്നോടൊപ്പം മുറാഫഖത്ത് തരും. അത് വല്ലാത്ത സന്തോഷത്തോടെ റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു കിട്ടിയ വലിയ സന്തോഷമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ ഖിദ്മ ചെയ്തതിന് തങ്ങൾ തിരിച്ചു കൊടുത്ത വിനയം വലിയ ദുആയാണ്, വലിയ സന്തോഷാണ്. അങ്ങനെ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അത് വിനയത്തിന്റെ വലിയൊരു ലക്ഷണമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു അടയാളത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചെറിയ രൂപത്തിൽ വിശദീകരിച്ചു എന്നുള്ളതാണ്.